വയനാടിന്റെ ലോഞ്ചിങ് കഴിഞ്ഞ് പാണക്കാട് നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു, തങ്ങളെ അവിടെ ഒരുപാട് മൃതശരീരങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏത് സമുദായക്കാരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന അനേകായിരം ആളുകളുടെ ബന്ധുമിത്രാദികളാണ് മരണപ്പെട്ട് കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, സർവമത പ്രാർത്ഥനയോടുകൂടി അവരെ സുരക്ഷിതമായി ഒരു കേന്ദ്രത്തിൽ അവരെ മറവ് ചെയ്യണം. അവിടുത്തെ ഹത്തീബാരാണ്, ആ പള്ളിയിലെ ഹത്തീബാരാണ്. അദ്ദേഹത്തോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം, ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഞങ്ങള് ആ വാർത്തയുമായി ബഹുമാനായ സി മമ്മൂട്ടി സാഹിബും കേക്കയും ഞങ്ങൾ മേപ്പാടി പള്ളിയിലേക്ക് വൈകുന്നേരം ഒരു മഗ്‌രിബിന്റെ സമയത്ത് തിരിച്ചെത്തിയപ്പോൾ 3-ാം ദിവസം ഞങ്ങൾക്ക് അവിടെ കേൾക്കാൻ സാധിച്ചത്, തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനമില്ലാത്തതിന്റെ പേരിൽ വൈത്തിരിയിലെയും തൊണ്ടർനാടിലെയും അതുപോലെ തന്നെ മറ്റ് വയനാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാനന്തവാടി മുനിസിപ്പാലിറ്റിയും കണിയാമ്പറ്റയും മുള്ളംകൊല്ലി പഞ്ചായത്ത് അടക്കമുള്ള പൊതുശ്മശാനങ്ങളിൽ കൊണ്ടുപോയി മറവ് ചെയ്യുവാനുള്ള ഒരു തീരുമാനം ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും മന്ത്രിസഭാ ഉപസമിതിയും തീരുമാനിക്കുകയുണ്ടായി. ഈ വാർത്ത അറിഞ്ഞ് ഞങ്ങൾ 3 പേരും കലക്ടറേറ്റിലേക്ക് ചെന്നു. അവിടെ ചെന്ന് മന്ത്രിസഭാ ഉപസമിതിയെ കണ്ടു. ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, വേറെ നിർവാഹമില്ല, ഇത് 72 മണിക്കൂറിനുള്ളിൽ ഇവരുടെ സംസ്കാരം പൂർത്തിയാക്കണം. പൊതുശ്മശാനം മേപ്പാടി പഞ്ചായത്തിൽ എവിടെയുമില്ല. ഞങ്ങൾ പറഞ്ഞു, മേപ്പാടി മഹല്ല് കമ്മിറ്റിക്ക് 12 ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തും എത്ര സ്ഥലം വേണമെങ്കിലും ഞങ്ങൾ അനുവദിച്ചു തരാം. മന്ത്രിമാർ പറഞ്ഞു, പറ്റില്ല, അതൊരു പ്രത്യേക സമുദായത്തിന്റെ സ്ഥലമാണ്, അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആ സമയത്ത് ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞങ്ങൾ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി ഈ മന്ത്രിസഭാ ഉപസമിതിയുടെയും അതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം നിർത്തിവെപ്പിച്ചു. അവരുടെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. ആ സമയത്ത് ഞങ്ങളോട് മന്ത്രി നിയാസ് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലം നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് കണ്ടെത്തിത്തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ 3 പേര് പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും? ഭൂമി കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിലക്ക് വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേപ്പാടിയിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം ആരിസൺ മലയാളം പ്ലാന്റേഷന്റെ ജനറൽ മാനേജർ ചെറിയാനെ കണ്ടു. അദ്ദേഹവുമായി ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കും, ഈ മനുഷ്യർക്ക് ഒരുമിച്ച് അന്തിയുറങ്ങാനുള്ള ഒരു ഭൂമി നിങ്ങൾ തരണം. അദ്ദേഹം പറഞ്ഞ വാക്ക്, എത്രയാണോ നിങ്ങൾക്ക് ഭൂമി വേണ്ടത് ആ ഭൂമി ഞങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു. ആ വിവരം ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. കലക്ടർ തഹസിൽദാരെ ചുമതലപ്പെടുത്തി അതിന്റെ മെഷർമെന്റ് എടുത്തു. 64 സെന്റ് സ്ഥലം ലഭ്യമായപ്പോൾ തഹസിൽദാർ അതിനൊരു കുറയിട്ടു. അത് തർക്കത്തിലിരിക്കുന്ന ഭൂമിയാണ്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. ബഹുമാനായ ഉപസമിതി കൺവീനർ വി കെ ബഷീർ MLA അദ്ദേഹം അന്ന് വയനാട്ടിലുണ്ടായിരുന്നു. 3-ാം ദിവസം ഞങ്ങൾ നേരെ കലക്ടറേറ്റിലേക്ക് കയറി ചെന്നു. ബഷീർ MLA ഈ കാര്യം സംസാരിച്ചു. മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ അതിന് സാങ്കേതികത്വം പറഞ്ഞു, കലക്ടർ അതിന് സാങ്കേതികത്വം പറഞ്ഞു. ആ മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് പി കെ ബഷീർ MLA ചീഫ് സെക്രട്ടറിയെ വിളിച്ച് 5 മിനിറ്റ് കൊണ്ട് ആ തടസ്സം നീക്കിയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ 64 സെന്റ് സ്ഥലം മേപ്പാടിയിൽ അവിടെ പുത്തുമലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവർക്ക് ഒരുമിച്ച് അന്തിയുറങ്ങാനുള്ള സൌകര്യം ഒരുക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.